ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ എഴുതാമെന്നുള്ളതാണ് പറയുന്നത്. 2024 +2 ഇംഗ്ലീഷ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനിൽ നിന്നാണ് ആ ക്വസ്റ്റ്യനാണ് മോഡലായിട്ടിവിടെ പറയുന്നത്. The farmer in the play Post Early for Christmas reads the news about finding a bomb in a post office in London. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന പ്ലേയിൽ ഒരു ഫാമറുണ്ട്. ആ ഫാമർ ന്യൂസ് വായിക്കുന്നുണ്ട്. ലണ്ടനിലെ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് ബോംബ് കണ്ടുപിടിച്ചത്. റൈറ്റ് ദ പ്രോബബിൾ ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ അന്ന് ആ വായിച്ച ന്യൂസ് റിപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ളത് എഴുതണം. ഹിൻസ് തന്നിട്ടുണ്ട്. ടൈം ബോംബ് ഫൗണ്ട്, സ്കോട്ട്ലാൻഡ് യാർഡ്, ക്രിസ്മസ് പാഴ്സൽ, ലണ്ടൻ പോസ്റ്റ് ഓഫീസ്, സസ്പീഷ്യസ് പാഴ്സൽ, റിപ്പോർട്ടർ. സസ്പീഷ്യസ് പാഴ്സൽ എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള പാഴ്സൽ കേട്ടോ, സംശയം തോന്നിക്കുന്ന രീതിയിലുള്ളൊരു പാഴ്സൽ. ഓക്കെ, അപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ടിന് കുറച്ച് ഫോർമാറ്റ്സ് ഉണ്ട്. നല്ലൊരു ന്യൂസ് റിപ്പോർട്ടാണെങ്കിൽ അതെല്ലാം അതിൽ വേണം. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നല്ലൊരു ഹെഡ്ലൈൻ കൊടുക്കണം. ആ ഒരു ഹെഡ്ലൈൻ വായിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു സീരിയസ് ഇഷ്യൂ ആണ്, ഇതിൻ്റെ ഈ ന്യൂസ് എന്ന് പറയുന്നത്, ഈ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സീരിയസ് ന്യൂസ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ക്യാച്ചി ഹെഡ്ലൈൻ വേണം കൊടുക്കാൻ. ഇവിടെ നോക്കിയാൽ ബോംബ് ഫൗണ്ട് ഇൻ ലണ്ടൻ പോസ്റ്റ് ഓഫീസ്. ഓക്കെ, ലണ്ടൻ പോസ്റ്റ് ഓഫീസിൽ ബോംബ് കണ്ടെത്തി. അതിന് താഴെ കൊടുക്കേണ്ടത് സ്ഥലത്തിൻ്റെ പേര്. കണ്ടോ, ഇവിടെ നോക്കിക്കേ, ലണ്ടൻ, പിന്നെ ഇതേ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, December 22 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ആരാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ആളുടെ പേര്. ഓക്കെ, ഇവിടെ നോക്കി ഞാൻ സാറ ജോൺസൺ എന്ന് കൊടുത്തിട്ടുണ്ട്, അയാളാണ് റിപ്പോർട്ടർ. സോ നമ്മളിപ്പോൾ ഹെഡ്ലൈൻ, ദെൻ പ്ലേസ് ലൈൻ, അതായത് പ്ലേസ്, പിന്നെ ഡേറ്റ് ലൈൻ, ഡേറ്റ്, ബൈ ലൈൻ എന്ന് പറഞ്ഞാൽ ആരെഴുതി എന്നുള്ളത്, ആരുടെയാണ് ഈ ഒരു ന്യൂസ്, ബൈ ആരാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിനെ ലീഡ് എന്ന് പറയും. ലീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ എഴുതിയിരിക്കണം ഫസ്റ്റ് പാരഗ്രാഫിൽ. കാരണം എന്താണ്, നമുക്കറിയുന്നതാണ്, ഒരു ന്യൂസ് റിപ്പോർട്ട് വായിക്കുന്ന ആൾക്ക് ഫുൾ ന്യൂസ് ചിലപ്പോൾ വായിക്കാൻ ടൈം കിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണം. അപ്പോൾ എന്ത് ചെയ്യും, അയാൾ ആദ്യത്തെ പാരഗ്രാഫ് ആയിരിക്കും വായിക്കുക. അതിലെല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പോൾ അതെന്താണെന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്, അത് നോക്കാം. A strange parcel was sent to someone at a London post office yesterday, causing a bomb scare due to its ticking sound. And the police are still investigating to find out why it was sent. കണ്ടോ, ഈ ഒരു സെൻറ്റൻസിൽ തന്നെ 5-6 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഒരു സ്ട്രേഞ്ച് പാഴ്സൽ അയച്ചു. ഇവിടെ എല്ലാം പാസ്റ്റ് ടെൻസിലാട്ടോ. ഈ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ED ചേർത്ത് എഴുതും, അതല്ലെങ്കിൽ എല്ലാ എൻറ്റയർ ഒരു വാക്കിൽ ചേഞ്ച് വരുത്തി എഴുതും. ഇവിടെ നോക്കിക്കേ, പല രീതിയിലാണ് ഈ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റാം. ഇവിടെ നോക്കിക്കേ, എ സ്ട്രേഞ്ച് പാഴ്സൽ വാസ് സെൻറ്റ്. സെൻറ്റ് എന്നുള്ളത് SENT എന്ന് എഴുതിയപ്പോൾ പാസ്റ്റ് ടെൻസ് ആയി. ഓക്കെ, എ സ്ട്രേഞ്ച് പാഴ്സൽ വാസ് സെൻറ്റ് ടു സം വൺ. ആർക്കാണെന്ന് പറയുന്നില്ല, ആർക്കോ ഒരു സ്ട്രേഞ്ച് ആയിട്ടൊരു പാഴ്സൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഹൂ എന്നുള്ളതിൻ്റെ ആൻസറായി ആർക്ക് എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ അതിൽ ആരാണ് ഉൾപ്പെട്ടേക്കുന്നത് എന്നുള്ള ആ ഒരു ആൻസർ അവിടെ വന്നു. അടുത്ത നോക്കിയേ, അറ്റ് എ ലണ്ടൻ പോസ്റ്റ് ഓഫീസ്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയർ എന്നുള്ളതിൻ്റെ ആൻസർ അല്ലേ, എവിടെ. ഓക്കെ, യെസ്റ്റർഡേ, ഇന്നലെയാണ് ഇത് സംഭവിച്ചത്, അപ്പോൾ എപ്പോൾ എന്നുള്ളതിൻ്റെ ആൻസറായി. കോസിങ് എ ബോംബ് സ്കെയർ, അതിൻ്റെ എന്താണ്, ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്തായിരുന്നു, എന്താ സംഭവിച്ചത്, ഒരു ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ളൊരു പേടി എല്ലാവർക്കും വന്നു അല്ലേ. അപ്പോൾ അതാണ് വാട്ട് എന്നുള്ളതിൻ്റെ ആൻസർ. ഡ്യൂ ടു ഇറ്റ്സ് ടിക്കിംഗ് സൗണ്ട്. എങ്ങനെയാണത്, അത് ടിക് 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 സൗണ്ട് കേട്ടപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എല്ലാവരും അറിഞ്ഞത്. ആൻഡ് ദ പോലീസ് ആർ സ്റ്റിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടു ഫൈൻഡ് ഔട്ട് വൈ ഇറ്റ് വാസ് സെൻറ്റ്. പോലീസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ്, വൈ ഇത് അയച്ചതെന്നുള്ളത്, എന്തുകൊണ്ടാണ് ഇതിങ്ങനൊരു സംഭവം അയച്ചതെന്നുള്ളത്. കണ്ടോ, അപ്പോൾ ഇവിടെ 5 W's 1 H'ും ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് വാട്ട്, വെൻ, വെയർ, ഹൗ, വൈ എന്നൊക്കെ എഴുതിയേക്കുന്നത് കേട്ടോ, ഹൂ എന്നൊക്കെ എഴുതിയേക്കുന്നത്. നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ ഇത് എഴുതരുത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ മാത്രം ഇത് എഴുതിയേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ദ ടൈം ബോംബ് വാസ് റാപ്ഡ് ഇൻ ക്രിസ്മസ് പേപ്പർ ആൻഡ് വാസ് അഡ്രസ്ഡ് ടു സം വൺ ബട്ട് നോ ബഡി ന്യൂ ഹൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ,
ടൈം ബോംബ് ഒരു ക്രിസ്മസ് പേപ്പറിലായിരുന്നു റാപ്പ് ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ കവർ ചെയ്തിരുന്നത് റാപ്ഡ് പാസ്റ്റ് ടെൻസ് കാണാം. ആൻഡ് വാസ് അഡ്രസ്ഡ് ടു സം വൺ. വാസ് അഡ്രസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആർക്കോ ഇത് അഡ്രസ് ചെയ്തിരിക്കുന്നത്. അഡ്രസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കോ, ആരാണെന്ന് പറയുന്നില്ല, ആർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നില്ല, ആർക്കിടെയോ പേരിൽ അയച്ചേക്കുന്നതാണിത്. അപ്പോൾ വാസ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്, അഡ്രസ്ഡ് പാസ്റ്റ് ടെൻസ് ആണ്. ബട്ട് നോബഡി ന്യൂ ഹൂ, ആർക്കും അറിയില്ല ഇത് ആർക്കാണ്. കണ്ടോ അവിടെ ന്യൂ പാസ്റ്റ് ടെൻസ് ആണ്. ദ പോലീസ് ബോംബ് ടീം കെയിം. പോലീസിൻ്റെ ബോംബ് ടീം വന്നു, കെയിം. ആൻഡ് മെയ്ഡ് ദ സസ്പീഷ്യസ് പാഴ്സൽ സേഫ്. എന്നിട്ട് ഈ ഒരു സസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള പാഴ്സൽ സേഫ് ആക്കി. മെയ്ഡ്, കണ്ടോ മെയ്ഡ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പിന്നെയും പാസ്റ്റ് ടെൻസ് ആണ്. മേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് മെയ്ഡ്. മെനി പീപ്പിൾ വെയർ അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. കുറേ ആളുകൾ പോസ്റ്റ് ഓഫീസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് വെയർ, കണ്ടോ ആറിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വെയർ. സെൻഡിങ് ക്രിസ്മസ് പാഴ്സൽ വെൻ ദിസ് ഹാപ്പൻഡ്. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ക്രിസ്മസ് പാഴ്സലുകൾ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ. ഇത് ഹാപ്പൻഡ്, കണ്ടോ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ആൻഡ് ദേ വെയർ ഓൾ വെരി സ്കെയർഡ്. അവരെല്ലാവരും ഭയങ്കര പേടിച്ചു. ദേ വെയർ എന്നുള്ളത് പാസ്റ്റാണ്, പാസ്റ്റ് ടെൻസ് ആണ്, സ്കെയർഡും പാസ്റ്റ് ടെൻസ് ആണ്. ആൻഡ് റാൻ ഔട്ട് ഓഫ് ദി പോസ്റ്റ് ഓഫീസ്. എന്നിട്ട് ഇവർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഓടിപ്പോയി. സോ അവിടെയും റാൻ, അവിടെ പാസ്റ്റ് ടെൻസ് വന്നു. ദ പോസ്റ്റ് ഓഫീസ് ഇസ് നൗ ഓപ്പൺ അഗെയിൻ. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് ദ പോലീസ് ആർ കീപ്പിംഗ് എ ക്ലോസ് ഐ ഓൺ ഇറ്റ്. പോലീസ് നല്ലപോലെ പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. All necessary measures are being taken to ensure the safety of postal staff and the customers. എല്ലാ വേണ്ട മെഷേഴ്സും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തിനാണ്, പോസ്റ്റ് സ്റ്റാഫിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും ഒക്കെ സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട്. സെറ്റ് എ സ്കോട്ട്ലൻഡ് യാർഡ് സ്പോക്സ് പേഴ്സൺ. അതായത് സ്കോട്ട്ലൻഡ് യാർഡ് സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്കോട്ട്ലൻഡ് യാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോട്ട്ലൻഡിലെ ഈ പറയുന്ന, ലണ്ടനിലെ ഈ പറയുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെ ആട്ടോ ഈ പറയുന്നത്. സ്കോട്ട്ലൻഡ് യാർഡ് സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതേണ്ടത്. നമ്മളിതിലെ ഹിൻസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ടൈം ബോംബ് ഫൗണ്ട് എന്നുള്ളത് കണ്ടോ, ടൈം ബോംബ് കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം നമ്മളിതിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ വേണ്ടത് സ്കോട്ട്ലൻഡ് യാർഡ്, അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ്. ക്രിസ്മസ് പാഴ്സൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലണ്ടൻ പോസ്റ്റ് ഓഫീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സസ്പീഷ്യസ് പാഴ്സൽ എന്നുള്ളതും മെൻഷൻ ചെയ്തെഴുതിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.